ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാനിപ്പോഴും ദുബായി തന്നെയാണ്. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പൊന്നെ സത്യമായിട്ട് കരഞ്ഞു. എന്തൊക്കെയോ ഒരു ബന്ധമില്ലാതെ പറയുന്നുണ്ട്. ഈ അതിലേട്ടായി കരഞ്ഞു. സത്യമായിട്ട് ഇങ്ങനെ കരയിപ്പിക്കല്ല പൊന്നെ. ആദ്യം കരഞ്ഞിട്ട വീഡിയോയിൽ പറഞ്ഞത്, അയ്യോ ഫേസ്ബുക്ക് മൊത്തം എനിക്ക് നെഗറ്റീവ് കമന്റ്, എനിക്ക് പറ്റില്ല. ഈ സെറ്റപ്പിലല്ലേ ആദ്യത്തെ വീഡിയോ കരഞ്ഞത്. രണ്ടാമത്തെ വീഡിയോയിലാണ് കറക്റ്റ് ട്രാക്കിലെത്തിയത്. എവിടെ? കിച്ചു. അതായത് റണാസുന വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചു തനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നൈസായിട്ട് അടുത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലെ കമന്റ്സിനെ മൊത്തം തെറി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഇങ്ങനെ എടുത്ത് വെച്ച് അമ്മാനമാണ്, അയ്യോ രേണു കരയില്ലേ 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 എന്ന് പറയുമെന്ന് റണാസുന വിചാരിച്ചു. പക്ഷേ അത് തിരിച്ചായി പോയി, കുറച്ചുകൂടെ ഏറിപ്പോയി. നടന്നില്ല. മുഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേഞ്ഞു. ഐ മീൻ എന്ത് പറയാ, ഇംഗ്ലീഷ് പറയാനൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ദുബായ് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. നമുക്ക് മലയാളം മതി. ഓക്കെ, അങ്ങനെ തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. അങ്ങനെ മൊത്തം നെഗറ്റീവായി. നാട്ടുകാർ മൊത്തം അടിച്ച് കയറി കെട്ടിവിട്ട്. കാരണം ഇവളുടെ കമന്റ് ബോക്സ് ഇവൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളവരുടെ കമന്റ് ബോക്സിൽ നാട്ടുകാർ മൊത്തം പൂര തെറിവിളിയായിരുന്നു. ഈ ഇങ്ങനെ ആയിരുന്നു അടി, അത് തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണ്. അപ്പൊ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നു. എനിക്കറിയാമായിരുന്നു, ഇതെല്ലാം ഗൂഢാലോചനയായിരുന്നു അല്ലേ എന്നുള്ള സെറ്റപ്പിലായിട്ടുണ്ട്. രേണുസുതി, ഇതൊന്നും ഗൂഢാലോചന എന്നല്ല, ഇതെല്ലാം സത്യമാണ്. ദ ഫാക്ട്. നീ ആ കുട്ടിയോട് കാണിച്ചിട്ടുള്ളതും കുട്ടിയായിരുന്ന സമയത്ത് കാണിച്ചിട്ടുള്ളതും ഇപ്പൊ കാണിക്കുന്നതും എല്ലാത്തിനും കൂടെ തിരിച്ചൊരടി നാട്ടുകാർക്ക് മനസ്സിലായി. അവൻ വെറും 20% പറഞ്ഞിട്ടുള്ളതെന്ന് അവൻ തന്നെ വീഡിയോയിൽ പറയുന്നത്. ബാക്കി 80 കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിന്നെ എടുത്ത് വിരിച്ചു കടത്താന്നുള്ള രീതിയിലാണ് ലവൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആര്? കിച്ചു. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എന്തായാലും നമുക്ക് സെക്കൻഡ് കരഞ്ഞ വീഡിയോ കാണാം. അതെ, സെക്കൻഡ് പാർട്ട് കണ്ടു നോക്കാം. ആണെങ്കിൽ ഒരുപാട് കരയേണ്ടി വരും. ഇങ്ങനെ പോയാ നീ കരഞ്ഞൊരു ഓസ്കാർ തന്നെ മേടിക്കേണ്ടി വരും. കാരണം അമ്മാതിരി കരയാനുള്ള വകുപ്പ് നീ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയുടെ ടൈറ്റിൽ ഒന്ന് കണ്ടു നോക്കാം. കിച്ചു തനിക്കോണം വിളിച്ചു പറഞ്ഞത് രേണുസുതി. തനിക്കോണോ? അടുത്ത് സുതി ഉണ്ടായിരുന്നപ്പോൾ നടന്നത്. അപ്പൊ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതുപോലെ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്, കിച്ചുവിനെ തീർക്കുമെന്ന് വെല്ലുവിളിയും കിച്ചുവിനെ കുറച്ച് ഞെട്ടിക്കുന്ന തെളിവുമായി രേണു രംഗത്ത്. അപ്പൊ എന്തോ ഞെട്ടിക്കുന്ന തെളിവാണ് വീഡിയോ കാണാൻ പോകുന്നത്. വീഡിയോ ഇട്ട് പോകാം. എന്തായാലും കരച്ചില് കാണാം. നമുക്കതല്ലേ ഇനിയിപ്പൊ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ അല്ല, സൂം ഔട്ടൊക്കെ ചെയ്ത് സൂം ഇന്നൊക്കെ ചെയ്ത് എന്താണ് ചെയ്യുന്നത്? ഇനി ഒരുപാട് പേര് വിളിച്ചെന്ന് പറഞ്ഞു. എന്തിനാ വിളിച്ച? പറ മുത്തേ, നീ പറയടി. നമ്മളെന്ത് ആര് സപ്പോർട്ട്? അതെ, ആര് സപ്പോർട്ടിനില്ലെങ്കിലും അതിലെണ്ണ ഉണ്ട്. തലയിലാവത് നോയിക്കോ, അതിലെണ്ണ ഇല്ലെങ്കിലും അതിലായിട്ടായി നമ്മൾ ഫാൻസ് ഉണ്ട്. രേണു ആർമി കൈപൊക്ക്, പെട്ടെന്ന് കൈപൊക്ക്, നമ്മളുണ്ട്. കണ്ടിട്ട് ഞാനിപ്പോഴും ദുബായി തന്നെയാണ്. വരണ്ട, അവിടെ ഇരി. അതായിരിക്കും നല്ലത് കേട്ടാ. അവിടെ തന്നെ താമസാക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരുപാട് പേര് വിളിച്ചെന്ന് പറയുന്നുണ്ട്. എന്താണ്, തള്ളയ്ക്ക് വിളിയാണ് തന്തയ്ക്ക് വിളിയാണ്? ഏത് വിളിയാണ് വിളിച്ചത്? അതും കൂടി. അതെ, വേറെ ആരൊക്കെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. രേണുസുതി നമ്മുടെ ആ പയ്യന് കുറെ GPay ചെയ്ത് കൊടുത്ത പ്രൂഫ് ഒക്കെ എടുത്തു വെച്ച് ഞാൻ പൈസ കൊടുത്തെന്നൊക്കെ പറഞ്ഞു. എന്തുപാടെ ഇവിടെ നടക്കുന്നത്? പറ, അത്രയ്ക്ക് വിളി ഉണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം ഇപ്പൊ ഒന്നടങ്ങി ഇളങ്ങിയിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല. നീ ഇത്രയും ഇതായിരുന്നോ എന്നാണ് നാട്ടുകാർ ഇപ്പൊ ചോദിക്കുന്നത്. എനിക്കറിഞ്ഞു. ഇനി ഇതല്ല, ഇതിന്റെ അപ്പുറം ചോദിക്കും. കാരണം കിച്ചുവിന് അയച്ചു കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട് വരെ ആർക്കൊക്കെ അയച്ചു കൊടുത്ത് അവരൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നു. പിന്നെ ഏറെ പോകേണ്ട പരിപാടി. നിങ്ങൾ കുടുംബക്കാര് തമ്മിൽ അടിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ പയ്യനെ നീ എത്രത്തോളം ദ്രോഹിച്ചു? നിന്റെ വീട്ടുകാര്, എന്തിനാ നിന്റെ അച്ഛനടക്കം ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നിട്ട് മണിയായിട്ട് പുറത്തു വരും. മോളെ മൂഞ്ചലായിരിക്കും. ഒരുപാട് നല്ല ആൾക്കാരെ വിളിച്ച് ഞാൻ ഓക്കെയാണോ ചോദിച്ചു. ഞാൻ ഓക്കെയാണ്. ആരാണ് ഈ നല്ല ആൾക്കാര്? തങ്കച്ചൻ, രമ്യയുടെ ഹസ്ബൻഡ്, ഇത് മൂന്നും ആയിരിക്കും. വേറെ ഒരുത്തുണ്ട്. അതെ, അവര് ഇവളെ കൊണ്ട് ജീവിക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു കാണും. ദാസപ്പനായിരിക്കും. അവനായിരിക്കാനേ വഴിയുള്ളൂ. ഒരു ദാസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും അതിൽ. അതുകൊണ്ടാണ് തിരിച്ചു പറയുന്നത് ദാസപ്പൻ. ഒരുപാട് നല്ല ആൾക്കാർ. പിന്നെ ആരെ ഏട്ടണ്ടാന്നൊക്കെ ചോദിച്ചോണ്ട് കുറെ അടി ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രതീക്ഷ വിട്ടെ ഇതൊക്കെ ആയിരിക്കും വിളിച്ചത്. AJP, ആറാട്ടണ്ണൻ, ഈ ടീംസ് ആയിരിക്കും വിളിച്ചത്. വേറെ ഒരു മനുഷ്യന്മാരെ വിളിക്കില്ല. ഒരുപാട് നല്ല ആൾക്കാർ. നിന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചാൽ നല്ല ആൾക്കാരോ? സുഖം സസ്ത. ആരും വിളിച്ചാണല്ലോ ഒരു പട്ടി പോലെ തിരിഞ്ഞ് നോക്കിക്കാണല്ലോ. ചുമ്മാ തള്ളിന്ന് മറിയുക. മൂല കാരണം നിങ്ങൾ എന്നെ തുടക്കമിട്ട് വിടുന്നു. എല്ലായിടത്തും പോയി ഞാൻ അവൻ എല്ലാം കൊടുക്കുന്നു. അവന്റെ അടുത്ത് ചോദിച്ചപ്പോ അവൻ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു, സ്നേഹം പോലും. അപ്പൊ പിന്നെ മൂഞ്ചി ഏറിപ്പോയി.
ആളല്ലേ നക്ഷത്രം. ഓക്കെ, മൂലകാരണം. ഈ പ്രശ്നങ്ങളുടെ മൂലകാരണം എന്താണെന്ന് റണാസിനെ കണ്ടെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, കിച്ചുവുമായിട്ടുള്ള സഫ്ന ബീബിയുടെ ഫോട്ടോയാണ്. അതാണ് മൂലകാരണം എന്നാണ് ഇവിടെ റണാസിനെ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. ആരാ? ഷെഫീന ബീബിയെ. അവർ ഇടയ്ക്ക് കൂടി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇടയിൽ നിന്ന് കുതുകാലം വെട്ടുന്ന പരിപാടി അവർ കാണിക്കാറുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അവരിനി പെന്നാക്കി 20 എടുത്ത് മലത്തിയെന്ന് പറഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അവരിപ്പോ കിച്ചുവിന്റെ അടുത്ത് പോയത് ഏതാണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു ട്രാക്ക്. അതെ, എന്നിട്ട് ഇപ്പൊ കണ്ടന്റ് കിട്ടിയല്ലോ, പിടിച്ച് പോയതാണ്. എല്ലാം കണ്ടന്റ് ഉണ്ടാക്കുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കൂടെ നിർത്തി കഴിഞ്ഞാൽ കിച്ചു, നീ വീണ്ടും കുത്തുവാള എടുക്കത്തേ ഉള്ളൂ. ഞാൻ 100% ഏത് വെള്ള പേപ്പറിലാണോ ഞാൻ അല്ലെങ്കിൽ പച്ച പേപ്പറിലാണോ ഒപ്പിട്ട് തരും. കാരണം അത്രയ്ക്ക് നീ അനുഭവിക്കും കൂടെ നിർത്തി കഴിഞ്ഞാൽ. ആരാണ് നിന്നെ മുതലാക്കുക? ഉള്ള കാര്യം ഞാൻ പറയാം, അനുഭവം കിട്ടും. ആര്? ഷഫീന ബീബിയോ? അതായത് ഏതാണ് പുതിയ അവതാരം എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. എന്തായാലും രേണുസുതി പറ. ഇപ്പഴീ പുതിയതായിട്ട് വന്ന പ്രശ്നം. അപ്പോഴാണ് ഞാനും പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട്. നിന്റെ കാര്യത്തിൽ ആർക്കും ഒരു തെറ്റൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ആ സ്ത്രീയാണ് ഷഫീന സ്ത്രീ. ആ സ്ത്രീയെ കുറിച്ചിട്ടാണ് ഏവള് പറയുന്നത്. അതെ, ഷഫീന പുതിയൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്താ ഇപ്പൊ കുഴപ്പം മുഴുവനും ഷഫീന ബീബിക്ക്, നമ്മളില്ലേ എന്ന് പറഞ്ഞോണ്ടൊരു വീഡിയോ. അതൊരു രേണുസുതി ഷഫീനയെ ഒഴിവാക്കുക, എന്തൊക്കെയാണിത്? എന്തായാലും നിങ്ങൾ തമ്മിലുള്ള അടിയും വഴക്കൊക്കെ നമുക്ക് പറയും. പിന്നെ അവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ടൊന്നും ചെയ്തില്ല. ഞാൻ സീരിയസ്ലി സപ്പോർട്ട് ചെയ്തില്ല. എനിക്കെന്തോ പുച്ഛമാണ് അവരോട്. കാരണം അന്ന് ആ നെക്സിയോൺ എന്ന് പറയുന്ന ആ പയ്യന്റെ കേസിൽ അവരെടുത്തിട്ടുള്ള ആ ഒരു കുതുകാല് വെട്ടുന്ന സ്വഭാവം, രണ്ടിടത്ത് നിന്നിട്ട് മുട്ടനാടെ നമ്മൾ ഇടിപ്പിച്ച് ഓരോടിക്കുന്ന സ്വഭാവം, അതോടെ ഞാൻ പൂർണ്ണമായിട്ട് അവരെ മനസ്സിലാക്കി നിർത്തി. കിച്ചു, നീ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എടുത്തു വെച്ച് കാണുമ്പോൾ നിനക്ക് ഏതാണ്ട് കാര്യങ്ങൾ പിടിയിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോ രണാസുനയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ഒരു അടി. കാരണം ഇവര് ഷെഫീന പോയി കിച്ചുവിനെ കണ്ട് ഒരു സെൽഫി എടുത്ത് ചിരിക്കുന്ന ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ രേണുസുതിക്ക് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി. അതിന്റെ റീസൺ, രേണുവിനെ നിരന്തരം വലിച്ചീറി ഒട്ടിക്കുന്ന ആൾക്കാരിൽ പെട്ടിട്ടുള്ള ഒരാളും കൂടി തന്നെയാണ് അവര്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ പുറത്തു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് രേണുവിന് തന്നെയാണ്. അത് നല്ലപോലെ അണ്ണാക്കിൽ കിട്ടിയിട്ടുണ്ട്. രേണു ഇനി ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ നാട്ടുകാർ മൊത്തം അറിഞ്ഞ്. നമ്മൾ പിന്നെ പണ്ടേ എന്ന് പറയുന്നു, കിച്ചു വാ തുറന്നാൽ തീരും. നീ ആയിട്ട് ഓരോ കോപ്പറായങ്ങൾ കാണിച്ച് അതെ, ഇപ്പൊ തീർന്നു. അവന് തലയിലും മുണ്ടിട്ടുണ്ട് വെളിയിൽ ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടായി. വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം നിന്റെ കോപ്പറായങ്ങൾ വേഗത്തിൽ ബാധിക്കുന്ന മക്കളുടെ ഭാര്യ കൂടിയാണ്. ഇപ്പൊ മോനെന്നുള്ള ലേവൽ തന്നെയാണ് അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് അവനും ചോദ്യങ്ങൾ വിജയം വന്നു. അവസാനം ഉള്ള സത്യം പറഞ്ഞ് ഈ ഒന്നിനും പറ്റില്ലേ എന്നുള്ള രീതിയിൽ അവൻ ലൈഫിൽ നിന്ന് കാണിച്ചു കൂട്ടിയുള്ള കോപ്പറായങ്ങൾ വേഗത്തിൽ എല്ലാം വിളിച്ചു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചു. കരണ്ടടി ഞാനുണ്ടടി ആരില്ലെങ്കിൽ അതെ അതിലേട്ടനുണ്ട്. ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. ഒന്നും മനസ്സിലായില്ല. അതുപോലെ മാനിപ്പുലേറ്റിംഗ് അതെന്താണെന്ന് അറിയാം. മാനിപ്പുലേറ്റിംഗ് നീ പറയുന്നത് ഇപ്പൊ വരുത്തി തീരാൻ ശ്രമിക്കുന്നത് കിച്ചുനെ കൊണ്ട് അവർ പറയിപ്പിച്ചാണ്. ഒരിക്കലുമല്ല. കിച്ചുവിന് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണെന്ന് തോന്നുന്നു. മനസ്സിലായ? അല്ലാണ്ട് അവർ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ആ കഥ അതുപോലെ വന്നില്ല. അവന്റെ ജീവിതത്തിൽ അവനെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അവന്റെ ജീവിതത്തിൽ ഓരോ നിമിഷം അവൻ കടന്നു വന്നു ഒരു ദ്രോഹം മാത്രം, അതായത് രേണുസുതി ദ്രോഹിച്ച മാത്രമല്ല എല്ലാ കാര്യവും പറഞ്ഞതല്ലോ. സിറ്റുവേഷൻസ് ആണ് അവൻ വിളിച്ചു പറഞ്ഞത്. അല്ല മാനിപ്പുലേറ്റിംഗ് അല്ല, ഇവിടെ പഠിച്ച് വാക്ക് മാനേജർ പഠിപ്പിച്ചതാണ്. ചുമ്മാ തള്ളി മറിക്കില്ല. മാനിപ്പുലേറ്റിംഗ് ഒന്നും ഒരു തേങ്ങയില്ല. അവന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അവൻ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടെ കിടന്നു മേടിക്കില്ല. മാനിപ്പുലേറ്റിംഗ് ഈ താത്തയും കിച്ചും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് എന്നെ തകർക്കാൻ വേണ്ടി രേണുസുനെ എന്നെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ തള്ളാനാണെങ്കിൽ മാറി ഇരുന്ന് തള്ളിയോ. ആ തള്ളി നീ മാത്രമേ പെടുത്തുള്ളൂ. ഒന്നും പറയാനില്ല. അതായിരിക്കും നല്ലത്. നീ പറയണ്ട. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഉണ്ടെങ്കിലും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറയില്ലേ. നീ ഇങ്ങനെ ഫയറല്ലേ ഫയർ സുഖിന്നൊക്കെ പറയുന്നത്. എന്ത് വായ്പ് ഇങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഇങ്ങനെയാ നമ്മളൊരു ആന കുത്താൻ പിന്നെ അല്ലാണ്ട് ഇപ്പൊ തപ്പുച്ചൊക്കെ തുടങ്ങിയുള്ളൂ. നീ കയറി അടിച്ച് കയറി ഇങ്ങനെ തളരരുത്. ഒരു കിച്ചു എന്തെങ്കിലും പറഞ്ഞു താല്പര്യമാണ്. ഞാനൊന്നും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ നീ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കും. നീ പറമുത്തേ, നീ എല്ലാം പറ. അവനെല്ലാം പറയട്ടെ, അതോടെ അങ്ങ് തീരട്ടെ കേട്ടോ. അതെ ഒരു കണ്ടന്റ് ആയില്ലേ എല്ലാവർക്കും. അറിയുന്നൊക്കെ കഴിഞ്ഞാൽ പറയാൻ കഴിഞ്ഞാൽ ഇവിടെ തീരത്തില്ല. നിനക്കുള്ള ഭീഷണി കേട്ടില്ല. അപ്പൊ ഇത് രേണുവിന്റെ അടപടലം കഴിഞ്ഞിട്ടാനുള്ള സമയമായി. ഞാൻ ഇടയ്ക്ക് പറയാറില്ല. അറിയാൻ പോകുന്ന ആൾ കത്തും അങ്ങനെ കുറച്ച് ദിവസം കത്തിക്കൊണ്ടു അമ്മയ്ക്ക് വരുവാണേ. ആ പയ്യൻ അനുഭവിച്ചത് 7 അയലത്ത് നീ അനുഭവിച്ചിട്ടില്ല. മനസ്സിലായി? അവന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന സാധനം തീർത്ത് കൈ കൊടുത്തിട്ടുണ്ട്. നീ കുറെ എണ്ണം ചേർന്ന്. അതാണ് സത്യത്തിൽ സംഭവിച്ചു. 3-4 പേര് ചേർന്നു. എന്നിട്ട് അവൻ നീ അനുഭവിച്ചിട്ട് ആരും അനുഭവിച്ചിട്ടില്ല. എന്ത് തേങ്ങ അവൻ അനുഭവിച്ചിട്ട് ആരും അനുഭവിച്ചിട്ടില്ല. നീ നാടി ഉള്ള പാടി നടക്കുമ്പോഴും അവന്റെ ചൈൽഡ്ഹുഡും ഇപ്പോഴത്തെ ജീവിതം എല്ലാം ഫോപ്പാ. ഇനിയും കയറി വരണം. വന്നേ പറ്റത്തു. അവന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. മനസ്സിലായ? പ്രണാസുമേ സ്വാഭാവികം.
നിനക്ക് അന്ന് 23-24 വയസ്സേ ഉള്ളൂ. കിച്ചുവിന്റെ ഇന്നത്തെ പ്രായം എത്രയാ? 10, 22, 23 ആ റേഞ്ച് ആയിരിക്കും നിന്റെ അന്നത്തെ പ്രായം കിച്ചുവിന് ഇന്ന്, അല്ലേ? എന്നാൽ കിച്ചുവിന്റെ അന്നത്തെ പ്രായം എത്രയായിരിക്കും? 5-6 വയസ്സാ. ആലോചിക്ക്. ആ കുഞ്ഞുനാൾ മൊത്തം നിന്റെ അച്ഛനടക്കം കിച്ചുവിന്റെ അടുത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇനി നിന്റെ ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്റെ ചേച്ചിയുടെ ഭർത്താവ് മറ്റേ സുധി മരിച്ചാൽ പോയ വയസ്സ ഹോട്ടലിൽ കയറി കഴിച്ച കൂട്ടത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അത് രേണു എടുത്ത് വെച്ചിട്ട് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയോ എന്നൊക്കെ ഒരു ബന്ധമില്ല സംസാരിക്കുന്നത് കണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ പുന്നാര മോളെ, നീ കിടന്ന് എഴുതി ഒരു കാര്യമില്ല. ജനങ്ങളെല്ലാം മനസ്സിലാക്കി കേട്ടോ. അപ്പൊ ബാക്കി പറ, കേട്ടോ, നമുക്ക് കേട്ട് പോവാം. ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ട് ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. കിച്ചുവിന് അന്ന് 11 വയസ്സായിരുന്നു. ഓക്കെ, അതാരും ഓർക്കുന്നില്ല. നമ്മൾ ആരും ഒന്നും ഓർക്കുന്നില്ല. കിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് സുധിയുടെ കൂടെ പ്രോഗ്രാമിന് പോകുമ്പോ നിനക്ക് അതെ കണ്ണ് കെട്ടി, അത് കാരണം കൊണ്ടുപോകണ്ടെന്നവരെ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം അടക്കം പറഞ്ഞിട്ടുണ്ട്. പിന്നെ രേണു സുധി അമ്മ, ഇപ്പോഴത്തെ അമ്മ, അവന്റെ പുച്ഛഭാവം, അവൻ അത്ര അനുഭവിച്ചതാണ്. നിന്നെ കരിവാരി തേക്കാൻ വേണ്ടി വന്നതല്ല, അവൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അതിപ്പോ വീണ എടുത്താലും ശാലിനി എന്ന് പറയുന്നത് സ്വന്തം അമ്മ. അതുപോലെ അമ്മ ഒരു മക്കൾക്ക് ഉണ്ടാവില്ലേ കൊച്ചിലാ മോനെ ഇട്ട് പോയ ഒരു വൃത്തികട സ്ത്രീ ഞാൻ പറയുന്നത്. സീരിയസ്ലി അങ്ങനെ ഇട്ടിട്ട് പോയി, സ്വന്തം തള്ള ഇട്ടിട്ട് പോയി. അതിനെ അടുത്ത് വന്നത് ഇതായിരുന്ന അവസ്ഥ. വളരെ പരിതാപകരം. അത് കൂടുതൽ മെഴുകാതിരിക്കുന്നതായിരിക്കും പ്രണാസുനിക്ക് നല്ലത്. അവൻ അങ്ങോട്ട് ബാക്കി കൂടി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ കട്ടം വീഴും. അപ്പൊ ഉപദ്രവിച്ചുകൊണ്ടല്ലേ ആരെ ഉപദ്രവിച്ചാണ്? അത് കൈ കൊണ്ട് ഉപദ്രവിച്ചില്ല, വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നീ ഉപദ്രവിച്ചില്ല. അത് മനസ്സുകൊണ്ട് ഉപയോഗിച്ചു, വാക്കുകൊണ്ട് ഉപദ്രവിച്ചു. കാരണം പ്രോഗ്രാമിന് കൊണ്ടുപോകണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ, ചെറ്റ വർത്താനം. അത് മതി. ഇപ്പൊ കൈ കൊണ്ട് അടിക്കണമെന്നില്ല, വാക്കുകൊണ്ട് തന്നെ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉപദ്രവം തന്നെയാണ്. അവന്റെ മാനസികാവസ്ഥ നീ ഒരു കോളത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ തെറ്റ് തന്നെയാണ്. ഏതാണ്ട് 3 വർഷത്തോളം ഒരു റൂമിൽ തന്നെ അടങ്ങിയിരുന്ന് കമ്പ്യൂട്ടർ കളിച്ചുകൊണ്ടിരുന്ന അവന്റെ അച്ഛൻ വരുമ്പോഴാണ് തിന്നാൻ കിട്ടുന്നത്. ആ ഒരു അവസ്ഥ നിനക്ക് നീ അനുഭവിച്ചിട്ടുണ്ടോ? അതൊരു കുട്ടി കുറച്ച് പ്രായമായി നമ്മൾ പക്ഷെ ഒരു കുട്ടി എന്ത് ചെയ്യും? അതുകൊണ്ട് നീ കൂടുതൽ വളർന്നായിരിക്കും നിനക്ക് നല്ലത്. നീ തന്നെ മാറും. ചാണ ചവിട്ടി ആരും ചവിട്ടി ഒന്നാ ചാണാവും ഇല്ല. ആ അവസ്ഥ നിനക്ക് ഉണ്ടായി. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടന്റെ വായന തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് കുറ്റപ്പെടുത്തിയിരിക്കാറില്ല. അവൻ കള്ളം പറഞ്ഞായിരിക്കും. അവൻ മൊത്തം കള്ളം പറഞ്ഞായിരിക്കും. നീ കള്ളം പറയത്തില്ല. നീ പെർഫെക്റ്റ്. ഓക്കെ, എന്റെ ടീസ് കറക്റ്റ് 100% 916 പോരെ കള്ളം. മാനിപ്പുലേഷൻ. അവന്റെ ജീവിതം നടന്നു. ആ രീതി സ്നേഹിക്കുന്നത് എന്റെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല. ഇൻസ്റ്റ കണ്ടാൽ അത് നാട്ടിൽ ബാക്കിയുള്ളവർ പൂജ വിടുന്നുണ്ട്. കോമലാൻറ്റി ഉണ്ട്, കോമലാൻറ്റി കാണ്ടോളി അമ്മച്ചി എവിടെ കാണുന്നില്ല. ഞാൻ കാണാൻ അമ്മച്ചി കണ്ടൊക്കെ ഇപ്പൊ എന്തൊന്നും മിണ്ടല്ല. എണ്ണാക്കി വലിയ അവനായിരിക്കും കുട്ടികളെ ലഭിച്ചു. ആവശ്യമുള്ളവരെ കൊടുക്കുന്ന വ്യക്തിയാണെന്ന് നീ പറയുന്നുണ്ട്. മെനഞ്ഞാന്ന് വരെ. ഇപ്പൊ കിച്ചു വളർന്നു. ഇനി നീ പഴയ റൂള് അവന്റെ അടുത്ത് കൊണ്ടുപോയി അത് നടക്കത്തൊന്നുമില്ല. മനസ്സിലായ? അന്ന് അവൻ കുട്ടിക്കാലമാണ്. ആ ഒരു കാലഘട്ടത്താണ് നീ അവനെ തളർത്തിയത്. അവൻ തന്നെ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അവന്റെ വായിൽ നിന്ന് വാക്കുണ്ട്. സുധിയുടെ കൂടെ പ്രോഗ്രാമിൽ പോകുമ്പോൾ നീ സമ്മതിക്കില്ല എന്നുള്ള കേസ് പറയുന്നത്. അതെന്താ? സുധിയുടെ കൂടെ അവൻ പ്രോഗ്രാമിൽ പോയി അവൻ എന്തെങ്കിലും വാങ്ങി കൊടുത്ത് അവന് 2 പൈസ ആക്കി വരുന്ന റേഡിയ കഷ്ടം. ഇതിനേക്കാൾ നല്ലത് അമ്മയുടെ അർത്ഥം നിൽക്കറിയോ? അമ്മ എന്ന 2 അക്ഷരത്തിന്റെ അല്ലെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം നിൽക്കറിയോ? അമ്മ ഒന്നും പറയുന്നില്ല. ഇതിനൊക്കെ പറയാൻ നിന്ന നിനക്ക് എന്തെങ്കിലും അറിയാമോ? അത് മനസ്സിലായി. I'm confused. English how you what you want rank English English bus rada என்ன பண்ணி வச்சிருக்க? ഞാൻ വളരെ കൂടി മിണ്ടാതിരിക്കുക. എന്താ ആര്? ആണോ? ഓക്കെ എത്ര കാര്യം ചോദിച്ചാൽ മതി. ഓക്കെ ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ല. സെറ്റ് അല്ലേ? നൈസല്ലേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ അതിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലിനെയും കൂടെ ആ കുറെ പേരുടെ കൂട്ടത്തിൽ ചേർക്കുക. നിന്നെ പല കുറ്റം നീ കലപ്പോ കഴിഞ്ഞ വീട് നീ കലപ്പോ കൂടെ കരഞ്ഞവനാണ്. നെഞ്ചിനകത്ത് രേണുസുതി, നെഞ്ച് മിരിച്ച് രേണുസുതി, വേറെ ബൈക്കെടുത്ത് രേണുസുതി, ബുള്ളറ്റ് കിടച്ച് രേണുസുതി. സത്യം അത്രയ്ക്ക് ഫാനാണ്. ഡൈ ഹാർട്ട് ഫാൻ. ചേട്ടൻ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ആഫ്റ്റർ ചേട്ടൻ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മുട്ടാലിയുടെ വാർമിപ്പിക്കലേ പൊന്നെ. അതെ നീ എവിടെ തീരുന്നു? ഇതൊക്കെ ആൽബത്തിൽ അഭിനയിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. അതെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിട്ടൊരു പ്രൊമോഷൻ ഇതിന്റെ ഇടയിൽ കൂടി. മറ്റേ കരച്ചിൽ, ആദ്യത്തെ കരച്ചിൽ കഴിഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ, വീണ്ടും അടുത്ത കരച്ചിൽ, ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പ്രൊമോഷൻ വെച്ച് കയറ്റാണ്. അതും സബ്സ്ക്രിപ്ഷൻ കൂടാൻ. മെമ്പർഷിപ്പിന്റെ അകത്തും പോസ്റ്റ് എന്തിടെ പണി വെച്ചിരിക്കുക. ഒന്നീ അല്ലെങ്കിൽ പോസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്റെ മനുഷ്യരെ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചത്. നിങ്ങൾക്ക് നാണമാകുന്നില്ല?
അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അടുത്തൊരു പുതിയ കഥ ഏറി പോകാൻ വേണ്ടി. എന്താണ് പറഞ്ഞത്, സുധിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് വണ്ടി പോകുമ്പോൾ വണ്ടിയിലിരുന്ന 2-3 എണ്ണം തലതെറിച്ചങ്ങള് 5 സ്റ്റാർ ഹോട്ടൽ കയറി കഴിച്ചു, പാട്ടിട്ട് പിന്നെ ന്യൂസൊക്കെ വെച്ച് അടിച്ചു പൊളിച്ചു പോകുന്നു. ഒരു ജിൽജൽ സെറ്റപ്പ്, അതാണ് പറഞ്ഞത്. അല്ല നിങ്ങൾ എന്താണ്, നിങ്ങളെ വല്ല പേര് പറഞ്ഞോ? അത് നീ 5 സ്റ്റാറിൽ പോയാ? ഇത് ഞാൻ അറിഞ്ഞില്ലട്ടോ. ഇതാരാ പറഞ്ഞ? ഓ, അങ്ങനെയും പറഞ്ഞ ഞാനത് അറിഞ്ഞില്ലട്ടോ. നീയല്ല, നിന്റെ ചേച്ചിയുടെ സഹോദരൻ പോയെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ ആരൊക്കെയാണ് പോയതട്ടെ, എനിക്കറിയത്തില്ല വേറെ ആരൊക്കെയാണെന്ന്. ഓക്കെ, നിങ്ങൾ പോയവരെല്ലാരും നല്ല അണ്ടേന പാളി സ്പാഷൻ സിയോപ്പർ എല്ലാത്തിനും അവരെ ട്രോഫികളും തരും. ഈ പറയുന്നത് സുധിച്ചേട്ടൻ മരിച്ചു കിടന്നായിട്ട് ആ അടക്കുന്നതിന്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചൺ എനിക്ക് ഫുഡ് തന്നെ ഞാൻ വെള്ളം ഇറക്കുന്നത് കഴിക്കും. അല്ല, അത് ചോദിക്കട്ടെ, സങ്കടം പറയാൻ എവിടെ കഴിക്കുന്നത്? ലൈറ്റ് കിട്ടും, റെഗുലേറ്റ് കഴിച്ചിട്ടുണ്ടല്ലോ. റെഗുലേറ്റ് അതിന് വലിയ ലൈറ്റ് കിട്ടും, മാസം ബിജം കിട്ടുന്നില്ലല്ലോ. എന്തായാലും സങ്കടം ഉണ്ടെങ്കിൽ ഓരോ വീഡിയോ ഓരോ ഡ്രസ് ഇട്ട് വരാൻ കാണിക്കുന്ന സുശാന്തി എല്ലാ കരച്ചിൽ വീഡിയോ സെപ്പറേറ്റ് ഡ്രസ് ഇട്ട് വരുന്നു. അതെ, അവിടെ ഓരോരോ ബാറുകളിൽ പോയി ഡാൻസ് കളിച്ച് കഴിയുമ്പോഴാണ് ഇതേപോലെ ഓരോന്ന് വരുന്നത്. ഇത് രാവിലെ ചെറുതടിക്കുമ്പം സങ്കടം വരും, അപ്പൊ പിന്നെ ഇരുന്ന് അടുത്ത വീഡിയോ ചെയ്യും. ഇന്ന് മൊത്തം 3 വീഡിയോ ഒറ്റ ഷർട്ട് കണ്ടിരിക്കുന്നത്. സത്യം അവിടെ ജോലിയും കാര്യങ്ങളും ചെയ്ത് ഇവിടെ വന്ന് വീഡിയോ ചെയ്ത് നമുക്ക് ഷർട്ട് 3 വീക്ക് 3 ഡ്രസ് ഫയർഡാ. ഒരു പൊറോട്ട ഒരിക്കല്ലേ നന്നായി. ജ്യൂസ് ആയി കുടിച്ച പച്ചവെള്ളം ജ്യൂസ് ആയി മതി പിന്നെ നിനക്ക് എല്ലാവരും കൂടി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ബിരിയാണി മന്തി എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുതരും. ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ അത് സങ്കടമായി, കഴിക്കാൻ പറ്റാത്തത്, കഴിക്കാൻ കിട്ടാത്തത്. ഇത് പറഞ്ഞതാ, ഞാനിത് കേട്ടില്ലോ. ചുമ്മാ വന്നിട്ട് തള്ളുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ തള്ളുന്നതാണ്. ആരും പറയണത് ഞാനും കേട്ടിട്ടില്ല. ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ കൂടെ കാറിൽ പോയ ആരൊക്കെയാണ് ഇങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിച്ചടിച്ച് പൊളിച്ച് പോയത്. വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതാണ് സാധനം ഉണ്ടാക്കാനുള്ള പ്ലാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടില്ല ആരും ഇങ്ങനെ പറയുന്നത്. ചുമ്മാ വന്നിട്ട് തള്ളുക. എനിക്ക് തോന്നുന്നത് ചുമ്മാ തള്ളിയും മറിയ വന്നത് എന്തെങ്കിലും വളരെ കന്നത്തിലൂടെ കാണിക്കാൻ നോക്കി കാണിച്ചില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ ഇതുപോലെ കുത്തിപ്പൊക്ക്. അത് ഞാനായാലും ശരി, നീ ആയാലും ശരി. അതെ, എന്തായാലും എന്തോ അടുത്തൊരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആൾക്കാർക്ക്. എന്നെ പോലെ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് പുതിയൊരു കണ്ടന്റ് കൊടുക്കുകയാണ് തോന്നുന്നു. 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിച്ചെന്ന് പറഞ്ഞു. ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഗൈസ്, വെറുതെ ഇരുന്ന് തട്ടി വിടുക. പിന്നെ ചെയ്ത് കൂട്ടിയതിനൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നതാണ്. അത്രയങ്ങ് കരുതിയാൽ മതി. ഇനിയെങ്കിലും നല്ലതായിട്ട് ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. സോ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ബട്ടൺ ഉണ്ട്, ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടിട്ടാ. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിൽ മികച്ച അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.